ഫരീദാബാദിൽ രണ്ട് പിഞ്ചുകുട്ടികളെ തീകൊളുത്തിക്കൊന്ന സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി കേന്ദ്ര മന്ത്രി വി.കെ. സിംഗ് രംഗത്ത് വന്നിരിക്കുന്നു. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞു കൊന്നാൽ കേന്ദ്രം ഉത്തരവാദിയാകുന്നത് എങ്ങനെയെന്നാണ് വി.കെ. സിംഗ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവത്തിലുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും വി.കെ. സിംഗിന്റെ വിവാദ പ്രസ്താവന. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേർന്നു. സന്തോഷ്, കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാക്കൾ, അതായത് വിവാദ പ്രസ്താവനകൾ നടത്തിയ നേതാക്കളെ വിളിച്ച് ശാസിച്ചു, താക്കീത് ചെയ്തു എന്നൊക്കെ പ്രധാനമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നൊക്കെ ബി.ജെ.പി. അവകാശപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ വളരെ നികൃഷ്ടമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞു കൊന്നാൽ ആർക്കാണ് ഛേദം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് അതിന് ഉത്തരവാദിത്വം എന്ന തരത്തിലൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രസ്താവന. എന്തൊക്കെ കാര്യങ്ങളാണ് വി.കെ. സിംഗ് പറഞ്ഞിരിക്കുന്നത്? മനു, ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് വളരെ അരോചകമായൊരു പ്രസ്താവന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുൻ കരസേനാ മേധാവിയുമായ വി.കെ. സിംഗിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വി.കെ. സിംഗിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഹരിയാനയിൽ ഉണ്ടായത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് പറഞ്ഞു നിർത്തിയ ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ആരെങ്കിലും പട്ടിയെ കല്ലെറിഞ്ഞാൽ അതിൽ സർക്കാർ എങ്ങനെ ഉത്തരവാദിയാകും എന്ന് വി.കെ. സിംഗ് പറഞ്ഞു വയ്ക്കുന്നത്. നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ അടക്കമുള്ള പറഞ്ഞു കേട്ടിരുന്നു, ഈ ദളിത് വിഭാഗത്തെ നായ്ക്കൾക്ക് സമാനമായി കാണുന്ന ഒരു മനോഭാവം മേൽജാതി വിഭാഗത്തിനുണ്ട് എന്ന്. അത്തരമൊരു മനോവൈകൃതമാണ് ഇപ്പോൾ ഈ വി.കെ. സിംഗിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നു, ഇപ്പോൾ ഈ ചുട്ടരിക്കലിന് വിധേയമായ കുടുംബം വളരെ പാവപ്പെട്ടവരാണ്, ദുർബലരുമാണ്. ദുർബലരോടും പാവപ്പെട്ടവരോടും ചിലരുടെ മനോഭാവം ഇങ്ങനെയാണ്. ആ കുടുംബം അത്തരത്തിൽ പാവപ്പെട്ടവരും ദുർബലരുമായി പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നുകൂടി വി.കെ. സിംഗ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഹരിയാന വിഷയത്തിൽ ഇതാദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന ഉണ്ട്. അതാകട്ടെ ഇത്രയേറെ വൈകൃതമായി പോവുകയും ചെയ്തു. ഇപ്പോൾ തന്നെ പ്രസ്താവന ഏറെ വിവാദമായിട്ടുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് അല്പസമയം മുമ്പ് പ്രതികരിക്കേണ്ടത്. വൃന്ദ കാരാട്ട് പറഞ്ഞ്, ഇത്രയേറെ ജാതി ചിന്തകളുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ക്യാബിനറ്റിൽ ഇരിക്കുക? എത്രയും വേഗം രാജിവെച്ച് വി.കെ. സിംഗ് ഒഴിയണം എന്നൊരാവശ്യമുണ്ട്. ആം ആദ്മി സർക്കാർ അടക്കമുള്ളവർ ഈ ആവശ്യം ഉയർത്തിയിരിക്കുന്നു. എന്നാലും വി.കെ. സിംഗ് ഇതുവരെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായിട്ടുമില്ല. മനു, സന്തോഷ്, ദളിത് സമൂഹത്തിൽപ്പെട്ടവരോട് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ ഇപ്പോൾ വി.കെ. സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്? കാരണം പട്ടിയെ പോലെ പട്ടി കൊല്ലപ്പെട്ടാൽ ആർക്ക് ഛേദം എന്ന തരത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്തരത്തിലൊരു വൃത്തികെട്ട പ്രസ്താവന നടത്തുമ്പോൾ അതിനെ പിന്നെ ഈ തരത്തിലല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? തീർച്ചയായും മനു, കാരണം ഈ സംഭവം നടന്ന ഹരിയാനയിലെ സുൻപേട്ട് ഗ്രാമത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ മാധ്യമപ്രവർത്തക സംഘമുണ്ട്. അവിടുത്തെ ദളിത് കുടുംബങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 1 വർഷമായി ഈ മേൽജാതി വിഭാഗങ്ങളിൽ നിന്ന് വളരെയേറെ അവഗണനയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും നേരിടുന്നുണ്ട്. ഈ കുടുംബത്തിനെതിരെ പോലും ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആക്രമണം ഉണ്ടായ ദിവസം രാത്രി അവർ മാറി. ഇവർക്ക് രാഷ്ട്രീയമായ സഹായം നൽകുന്നത് സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് RSSന്റെ നേതാക്കളെ പോലും അവർ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തു. ഹരിയാനയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരമൊരു സഹായം ഈ ആക്രമണത്തിന് ലഭിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കൃത്യമായ അന്വേഷണമോ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നും ദളിത് സ്ത്രീകൾ ചൂണ്ടിക്കാണിക്കുക. അതുമായി ഇത് കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്ന വിഷയത്തിന് പിന്നിൽ രാഷ്ട്രീയമായ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് വി.കെ. സിംഗിന്റെ വാക്കുകൾ. അല്ലെങ്കിൽ സ്വാഭാവികമായും കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ ഇതിനെ നിഷേധിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ സംഭവത്തെ അപലപിക്കുന്ന തരത്തിലോ ഒരു പ്രസ്താവന വി.കെ. സിംഗിൽ നിന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അതിനെ പരോക്ഷമായി ന്യായീകരിച്ചുകൊണ്ട് ദളിത് കുടുംബത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് വി.കെ. സിംഗ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷ്, വെറുമൊരു കേന്ദ്ര സഹമന്ത്രി മാത്രമായിരുന്നില്ല അദ്ദേഹം. കരസേനയുടെ മേധാവിയായ ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്ത ഒരു മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ ഒരു ജാതി ചിന്ത പുലർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രസ്താവന. ഇന്നലെ തന്നെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്താണ് ഈ രജിബുത്ത് വിഭാഗക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് RSS ആണ്, അത്തരത്തിലുള്ളവരാണ് എന്ന തരത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന അത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. പല ബി.ജെ.പി. നേതാക്കളും നമ്മളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല വിഷയത്തിൽ ഇവിടെ കേരളത്തിൽ.
തീർച്ചയായും. കാരണം ഇവിടെ തന്നെ ഇന്നിപ്പോൾ BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ്. ഈ സംഭവം ഉണ്ടായ 2 ദിവസം ഇന്നലെ ആ കുടുംബങ്ങൾ അവിടെ ദേശീയപാത ഉപരോധിക്കുന്ന നടത്തുന്ന കാര്യങ്ങൾ മാറിയപ്പോൾ പോലും സമീപത്തെ ഒരു BJP MPമാർ പോലും ആ സ്ഥലത്ത് എത്താൻ തയ്യാറായില്ല. ഇന്ന് ആ പ്രതിഷേധം വളരെ രൂക്ഷമായി അത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാൻ ഇന്ന് ഹരിയാന മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത്. ആ സന്ദർശനത്തിനിടയിൽ തന്നെയാണ് അതെന്തുമാത്രം രീതിയിലാണ് അത് ഏത് മനോഭാവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ VK സിംഗ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ തന്നെ ഈ ദളിത് വിഭാഗങ്ങളോട് നായ്ക്കൾക്ക് സമാനമായ ഒരു മനോഭാവം ദളിത് വിഭാഗങ്ങളോട് മേൽജാതി വിഭാഗങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അത് പ്രതിഷേധവുമായി സംഘർഷമായി പല ഭാഗത്തും രൂപപ്പെടാറുണ്ട്. അതിന്റെ ഒരു മനോഭാവമാണ് ഇപ്പോൾ VK സിംഗിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സന്തോഷ്, ആ പ്രസ്താവനയിൽ വലുതായിട്ടൊന്നും അത്ഭുതപ്പെടാനില്ല. കാരണം ഇതിപ്പോൾ ഹരിയാന സംഭവം മാത്രമല്ല, ദാദ്രിയിൽ തുടങ്ങിയ ആ വിഷയം, ദാദ്രി വിഷയം ഒരു ചെറിയ സംഭവമാണെന്ന് RSS അത് നടന്നതിൻ്റെ പിറ്റേന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഇന്നും RSS മേധാവിയുടെ ഭാഗത്തു നിന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരണം വന്നിരിക്കുന്നു. രാജ്യം വളരെ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഇത് അത്തരത്തിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു മാനസിക സ്ഥിതി അവർ VK സിംഗ് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായും. കാരണം ഇന്ന് ദസറ ആഘോഷമായി ഉത്തരേന്ത്യയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അവിടെയാണ് രാജ്യത്തിനൊരു കളങ്കമാക്കിക്കൊണ്ട് ഹരിയാനയിൽ ഈ സംഭവം നടക്കുന്നത്. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് നടന്ന പ്രസംഗത്തിലാണ് RSS മേധാവി പോലും ദാദ്രി സംഭവത്തെ പരോക്ഷമായി ന്യായീകരിച്ചത്. അതിനു പിന്നാലെ ഹരിയാനയുടെ സംഭവത്തെ കൂടി ഒരു തരത്തിലെ മറ്റു തരത്തിൽ മേൽജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കുകയാണ് VK സിംഗ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതുവരെ അപലപിക്കാൻ ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നവർ എന്ന് കരുതപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ മേധാവികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരോ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയായ 7 കോഴ്സ് റോസിൽ നിന്നും വെറും 2 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം ഈ ദാദ്രിയിലും ഹരിയാനയിലെ സുൻബേഡ് ഗ്രാമത്തിലും എത്താം. പക്ഷേ ഇതുവരെ ഒരൊറ്റ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഉദ്യോഗസ്ഥർ പോലും സംഭവ സ്ഥലത്ത് എത്താനോ കാര്യങ്ങൾ ആരായാനോ തയ്യാറായിട്ടില്ല. പോലീസ് ആകട്ടെ 2 സംഭവത്തിലും FIR എടുക്കുന്നത് പോലും മാധ്യമങ്ങൾ ഇതേറെ വിഷയമാക്കിയതിനു ശേഷം രാജ്യമെങ്ങും പ്രതിഷേധം ഉണ്ടായതിനു ശേഷം അപ്പോഴേക്കും അതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. സന്തോഷ്, മറ്റൊന്നു കൂടെയുണ്ട്. ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്തരത്തിൽ ജാതി മേൽക്കോയ്മ, ജാതി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഈ ഉത്തരേന്ത്യയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ അവസ്ഥ അത് ഒരിക്കൽ കൂടി ദയനീയമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ ഇന്നലത്തെ ഹരിയാന സംഭവത്തിൽ CBI അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തു നീതി അവർക്ക് കിട്ടും? കാരണം ഇത്തരത്തിലുള്ള ആളുകളല്ലേ ഇതിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്നത്. സന്തോഷിന് കേൾക്കാൻ കഴിയുന്നില്ല. ടെലിഫോൺ ലൈനിൽ എന്തോ തകരാർ സംഭവിച്ചിരിക്കുന്നു. വളരെ വേഗത്തിൽ എത്താം. ഫരീദാബാദ് സംഭവത്തിൽ വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി VK സിംഗ് വന്നിരിക്കുന്നു. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞ് കൊന്നാൽ അതിന് കേന്ദ്രത്തിന് എന്തിനാണ് പഴിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നും ഇന്നലെ ഫരീദാബാദിൽ 2 ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 പിഞ്ചുകുട്ടികളെ ചുട്ടുകൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് VK സിംഗിന്റെ വളരെ വിവാദവും അതേസമയം തന്നെ മാന്യതയില്ലാത്തതുമായ പ്രതികരണം വന്നിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ജാതി ചിന്തകളും ജാതി മേൽക്കോയ്മയും തിരികെ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ വളരെ വലിയ ആരോപണങ്ങൾ, വളരെ വലിയ വിവാദങ്ങൾ ഈ പ്രതികരണത്തെ തുടർന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇതുവരെ തന്റെ പ്രസ്താവന പിൻവലിക്കാനോ അതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ അത്തരത്തിലുള്ള യാതൊരു രീതികൾക്കും VK സിംഗ് തയ്യാറായിട്ടുമില്ല എന്നാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പണ്ട് തൊട്ട് തന്നെ ഉത്തരേന്ത്യയിൽ താഴ്ന്ന ജാതിക്കാർക്ക് വളരെ മോശമായ ഒരു രീതിയാണ് അവരെ കൈകാര്യം അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ കാണുന്നത്. അത്തരത്തിലുള്ള ആ ഒരു ചിന്താഗതി ഉയർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി VK സിംഗും രംഗത്ത് വരുമ്പോൾ രാജ്യത്തെ അത്തരത്തിലുള്ള അസഹിഷ്ണുതയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.